വിനീത് ശ്രീനിവാസൻ തിരക്കഥ എഴുതി സംവിധാനം നിർവഹിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം ഏപ്രിൽ 11-ന് റിലീസിന് തയ്യാറെടുക്കുകയാണ്. പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ നിവിൻ പോളി ഉൾപ്പെടെ നിരവധി പ്രശസ്ത താരങ്ങൾ വേഷമിടുന്നുണ്ട്. ബേസിൽ ജോസഫ്, അജു വർഗീസ്, കല്യാണി പ്രിയദർശൻ, ഷാൻ റഹ്മാൻ, നീരജ് മാധവ് തുടങ്ങിയ വലിയ താരനിര തന്നെയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. പ്രശസ്ത ഗായികയും സംഗീതജ്ഞയുമായ ബോംബെ ജയശ്രീയുടെ മകൻ അമൃത് രാമദാസാണ് ചിത്രത്തിന്റെ സംഗീതം നിർവഹിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ മുതൽ തന്നെ ഈ സിനിമ മോഹൻലാൽ, ശ്രീനിവാസൻ എന്നിവരുടെ ജീവിത കഥയാണോ എന്ന സംശയവും ചോദ്യവുമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നത്. സിനിമ അനൗൺസ് ചെയ്തപ്പോൾ ഹൃദയത്തിന് ശേഷം വീണ്ടും വിനീത് പ്രണവ് കോംബോ ഒന്നിക്കുന്നു എന്ന തരത്തിലായിരുന്നു വാർത്തകളും വന്നത്. എന്നാൽ പിന്നീട് സിനിമയുടെ കാസ്റ്റിംഗ് വന്നപ്പോൾ മുമ്പേ പറഞ്ഞ മോഹൻലാൽ ശ്രീനിവാസൻ സംശയം കുറച്ചുകൂടി ശക്തമായി. അതിന് കാരണം പ്രണവിനൊപ്പം ധ്യാൻ ശ്രീനിവാസനും കേന്ദ്ര കഥാപാത്രമായി എത്തുന്നു എന്നുള്ളത് കൊണ്ടായിരുന്നു. ശ്രീനിവാസന്റെ മകനും മോഹൻലാലിന്റെ മകനും. എന്നാൽ അതിവിദഗ്ധമായി ശ്രീനിവാസന്റെയും മോഹൻലാലിന്റെയും ജീവിതവുമായി ഈ ചിത്രത്തിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലെന്ന് വിനീത് ശ്രീനിവാസൻ ഓപ്പണായി തന്നെ പറയുകയുണ്ടായി. എന്നാൽ സിനിമയുടെ ടീസർ റിലീസായപ്പോൾ ഈ സംശയം ശക്തമാക്കുന്ന രീതിയിലാണ് ടീസർ തയ്യാറാക്കിയിരിക്കുന്നത്. ടീസർ ആരംഭിക്കുന്നത് ധ്യാൻ ശ്രീനിവാസന്റെ കഥാപാത്രം ഏതോ ഒരു കോളേജിൽ നിന്ന് ചാടിപ്പോകുന്നിടത്ത് നിന്നാണ്. സംഭാഷണ ശൈലിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും സ്ഥലം കണ്ണൂരാണെന്ന്. നമുക്കറിയാം ശ്രീനിവാസൻ യഥാർത്ഥത്തിൽ ഒരു കണ്ണൂരുകാരനാണ്. പിന്നീട് ടീസർ എത്തുന്നത് പ്രണവിലേക്കാണ്. പ്രണവ് വെള്ളം അടിച്ചുകൊണ്ട് മോഹൻലാലിന്റെ മാനറിസം ഏകദേശം പിടിച്ച് എനിക്ക് സ്കോച്ച് അടിക്കണം, റം അടിക്കണം എന്ന ഡയലോഗ് പറയുന്നത് കാണാം. എവിടെയോ മോഹൻലാലിനെ അനുകരിച്ച് ചെയ്തതുപോലെയാണ് ആ രംഗം കണ്ട ഏത് പ്രേക്ഷകനും തോന്നുന്നത്. മോഹൻലാൽ അത്യാവശ്യം ആൽക്കഹോൾ താല്പര്യമുള്ള ആളാണെന്ന് ഇൻഡസ്ട്രിയിൽ കേട്ടുകേൾവിയുള്ളതാണ്. മോഹൻലാലും അഭിമുഖങ്ങളിൽ അത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ഒപ്പം തന്നെ മോഹൻലാൽ ഒത്തിരി പേരുള്ള സൗഹൃദങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളും കൂടിയാണ്. ടീസറിൽ ആ നിറയെയുള്ള സൗഹൃദങ്ങളും കാണാൻ കഴിയും. ഒപ്പം പിന്നീട് ഇറങ്ങിയ ട്രെയിലറിൽ ധ്യാൻ പ്രണവിനോട് പറയുന്നുണ്ട്, നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ ചുറ്റും ആൾക്കാരുണ്ടാകുമെന്ന്. മോഹൻലാൽ ഒരു കടുത്ത MGR ആരാധകനായിരുന്നുവെന്ന് മോഹൻലാൽ തന്നെ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ടീസറിൽ ഇവർ ചെന്നൈയിൽ വന്നിറങ്ങുമ്പോൾ കാണിക്കുന്നത് തന്നെ MGR ഒരു കട്ടൗട്ടും അതിന്റെ ആഘോഷങ്ങളുമാണ്. അത് കണ്ട് പ്രണവ് ആരാധനയോടെ നോക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന്, ഇതിലും മണ്ടനായ ഒരു പ്രൊഡ്യൂസറിനെ നിനക്ക് കിട്ടില്ല എന്ന് ട്രെയിലറിൽ ധ്യാൻ പ്രണവിനോട് പറയുന്നുണ്ട്. അത് അജു വർഗീസ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ പറ്റിയാകും. അജു അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു പ്രൊഡ്യൂസറാണെന്ന് ടീസറിൽ നിന്ന് വ്യക്തമാണ്. മണ്ടനാണെന്നൊക്കെ പ്രണവ് അഥവാ മോഹൻലാൽ അത്ര സ്വാതന്ത്ര്യത്തോടെ പറയണമെങ്കിൽ അതൊരു പക്ഷേ G. സുരേഷ് കുമാറിനെ ആയിരിക്കണം. ശ്രീനിവാസൻ ആദ്യമായി തിരക്കഥ എഴുതിയ ഓടരുതമ്മാവ ആളറിയാം നിർമ്മിച്ചത് G. സുരേഷ് കുമാറാണ്. കൂടാതെ പ്രസന്റിൽ അവസാനമെടുത്ത പടങ്ങൾ പൊട്ടിയ നിർമ്മാതാവാണെന്നും പറയുന്നുണ്ട്. സുരേഷ് കുമാറിൻ്റെതായി നിർമ്മിച്ചു പുറത്തു വന്ന അവസാന ചിത്രങ്ങൾ ചട്ടക്കാരി, മാച്ച് ബോക്സ്, വാശി എല്ലാം ഫ്ലോപ്സ് ആയിരുന്നു. സൂപ്പർ സ്റ്റാർ ആണ് പിറകെ എന്നെ മറക്കണ്ട, മൈ നെയിം ഈസ് സ്വാമിനാഥൻ എന്ന് പറയുന്ന YG മഹേന്ദ്രയുടെ കഥാപാത്രവും ടീസറിലെ ഒരു എക്സ് ഫാക്ടറാണ്. അത് ആ കാലഘട്ടത്തെ മോഹൻലാൽ, ശ്രീനിവാസൻ, മണിയമ്പിള്ള രാജു അടക്കമുള്ള സിനിമാക്കാരുടെ ലൈഫിൽ പ്രധാന പങ്കുവച്ച ഒരു വ്യക്തിയാണ് മിസ്റ്റർ സ്വാമി. കോടമ്പാകത്തെ ആ കാലത്ത് വരുന്ന എല്ലാ സിനിമാ മോഹികൾക്കും അഭയം സ്വാമീസ് ലോഡ്ജ് ആയിരുന്നു. മോഹൻലാലും ശ്രീനിവാസനും ഒക്കെ താമസിച്ചിരുന്ന സ്വാമീസ് ലോഡ്ജ്. ആ സ്വാമീസ് ലോഡ്ജിന്റെ ഉടമയാണ് സ്വാമിനാഥൻ. ഈ ലോഡ്ജിന്റെ ഓർമ്മകൾ പല സിനിമക്കാരും അയവിറക്കുന്നത് പല അഭിമുഖങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാം ഊഹങ്ങൾ മാത്രമാണ്. പക്ഷേ ഇത്തരത്തിൽ ഒരു കഥ തന്നെയാണെങ്കിൽ കോടമ്പാക്കത്തെ പൈപ്പ് വെള്ളം കുടിച്ച് വിശപ്പകറ്റിയ ശ്രീനിവാസനെ പോലെയുള്ളവരുടെ കഥയാണ് വർഷങ്ങൾക്ക് ശേഷം പറയുന്നതെങ്കിൽ, കേട്ടുകേൾവി മാത്രമുള്ള സിനിമാക്കാരുടെ ആ കാലഘട്ടത്തിലെ സ്ട്രഗിളിംഗ് ആണ് വർഷങ്ങൾക്ക് ശേഷം പറയുന്നതെങ്കിൽ അതൊരു വല്ലാത്ത അനുഭവം തന്നെയായിരിക്കും.